വിഷയത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. പരീക്ഷകൾ നടത്താനുള്ള സാമ്പത്തിക ബാധ്യത സ്കൂളുകൾ ഏറ്റെടുക്കണമെന്ന ഉത്തരവിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കോഴിക്കോട് DDE ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി KSU എത്തിക്കഴിഞ്ഞു. വിവരങ്ങളുമായി സിനോജ് തോമസ് നമുക്കൊപ്പം. സിനോജ് തോമസ്, പഠിക്കുകയും വേണം, പരീക്ഷയുടെ ചെലവും വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എങ്ങനെ അംഗീകരിക്കാനാണ്? അതാണോ KSU പറയുന്നത്? സുജപാർവതി, തീർച്ചയായും ഒരു വേറിട്ട സമരമാണ് നടക്കുന്നത്. DDE ഓഫീസിന് മുൻപിൽ നിന്ന് ആരംഭിച്ച KSUവിന്റെ സമരം ഇപ്പോൾ വഴിനീളെ ഒരു പിച്ച് തന്നെ ഉള്ള സമരമാണെന്ന് പറഞ്ഞു. പിച്ച് എടുത്തുകൊണ്ടുള്ള സമരമാണ്. മിഠായിത്തെരുവിൽ എത്തിയിരിക്കുന്നു. വലിയൊരു സ്വീകാര്യത സമരത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ പാത്രത്തിൽ നോക്കിയാൽ കാണാം, പാത്രം നിറയെ പൈസ കിട്ടിയല്ലേ. വിദ്യാഭ്യാസ മന്ത്രിയുടെ മുഖംമൂടിയൊക്കെ ധരിച്ചുകൊണ്ടുള്ള ആളുകളാണ് ഇറങ്ങിയിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ശബ്ദത്തിലാണോ സംസാരിക്കുന്നത്? അല്ല, എങ്ങനെയുണ്ട് ഒരു സ്വീകാര്യത? നമ്മളെ പ്രതീകാത്മകമായ സമരമാണ്. ഈ സമരത്തിന്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ വർഷവും എക്സാമുകൾ നടത്താൻ സർക്കാർ പണം അനുവദിക്കാറാണ് പതിവ്. ഈ വർഷം സ്കൂളുകളോട് പണം കണ്ടെത്തി എക്സാമുകൾ നടത്തണം, ബാക്കിയുള്ള അനുബന്ധ ചെലവുകളൊക്കെ നടത്തണമെന്ന് ഗവൺമെന്റ് പറയുകയാണ്. അതിന്റെ ഒരു ഉള്ളിലുള്ള കാരണം നമ്മൾ മനസ്സിലാക്കണം. വിദ്യാർത്ഥികളിൽ നിന്ന് പൊതുപരീക്ഷ നടത്താൻ പണം പിരിക്കുന്നുണ്ട്. ആ പണം പിരിച്ച പണം ഉണ്ടാവേണ്ട ഹെഡ് ഓഫ് അക്കൗണ്ട് കാലിയാണ്. എങ്ങനെയാണ് ഈ ഹെഡ് ഓഫ് അക്കൗണ്ട് പരീക്ഷകൾ നടത്തേണ്ട വിദ്യാഭ്യാസ വകുപ്പിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ട് കാലിയായത്? പരിശോധിക്കപ്പെടണം. ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി KSU തെരുവിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാ വിഭാഗം ആളുകളിലേക്കും കോഴിക്കോട് മിഠായിത്തെരുവ് ഉൾപ്പെടെ കോഴിക്കോടിലെ കച്ചവട കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ചെയ്യുന്ന മിഠായിത്തെരുവിലാണ് KSU സമരം നടത്തുന്നത്. DDE ഓഫീസിൽ വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട്. ഇതിനകത്ത് നോക്കിയാൽ കാണാം, 10 രൂപയുണ്ട്, 20 രൂപയുണ്ട്, 50 രൂപയുടെ ആളുണ്ടല്ലോ. അതുണ്ടോ? അത് 20 ആണല്ലേ? 20 ഉണ്ട്, ചില്ലറ പൈസയുണ്ട്. നമ്മൾ കണ്ടിരുന്നു പല ആളുകൾ പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് നൽകുന്നുണ്ട്. ഈ പാത്രം നിങ്ങൾ പൊട്ടിച്ചാണോ അതോ പൊട്ടിയ പാത്രമാണോ? പൊട്ടിയ പാത്രമാണ്. അങ്ങനെ ഒരു പാത്രം എടുത്തുകൊണ്ടുള്ള ഒരു സമരമാണ് നടത്തുന്നത്. ഈ പണം എന്താ ചെയ്യുക? ഇങ്ങനെ കളക്ട് ചെയ്യുന്നത് വിദ്യാഭ്യാസ മന്ത്രിക്ക് മണി ഓർഡർ അയക്കും കോഴിക്കോട്ടെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധമായി. അതായത് ഞങ്ങൾ പിച്ചയെടുത്ത് എക്സാമുകൾ നടത്തേണ്ട ഗതികേടാണോ എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നുള്ളത്. പഠിച്ച് മിടുക്കരായ വിദ്യാർത്ഥികൾ എക്സാം ഈ പ്രതിഷേധം ഇവിടെ മാത്രം ഒതുങ്ങുമോ? പരീക്ഷാ ചെലവ് സ്കൂളുകൾ വഹിക്കണമെന്ന് പറയുമ്പോൾ KSU സംസ്ഥാന തലത്തിൽ ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ പോകേണ്ടേ? സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ കൈക്കൊള്ളുന്നത്. ഇതെങ്ങനെയാണ് പ്രതിഷേധം? ഇവിടെ മാത്രം ഒതുങ്ങുന്നതാണോ? സംസ്ഥാന തലത്തിൽ പ്രതിഷേധമുണ്ട്. KSU കോഴിക്കോട് നിന്നാണ് ഈ സമരം ആരംഭിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഈ സമരത്തിന് KSU നേതൃത്വം കൊടുക്കും. പഠിക്കുകയും ചെയ്യണം, സമരം ചെയ്യണം. വലിയ അവസ്ഥയിലാണ് കേരളത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസകരമായ അവസ്ഥയിലാണുള്ളത്. കാരണം എക്സാം നടത്താൻ പിച്ചയെടുക്കേണ്ട ഗതികളിലേക്ക് കേരളത്തിലെ വിദ്യാർത്ഥികളെ കൊണ്ടുചെന്നിച്ച് ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ വകുപ്പ്, ഏതെങ്കിലും ഒരു ഭരണകൂടം ഈ അടുത്ത കാലത്ത് കേരളം ഭരിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിലെ എല്ലാ സർക്കാരുകളും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വലിയ പ്രാധാന്യം നൽകിയ ഗവൺമെന്റുകളാണ്. ഈ ഗവൺമെന്റ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ, പൊതുവിദ്യാഭ്യാസ മേഖലയെ, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എല്ലാ തലത്തിലും തച്ചു തകർത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും പിച്ചെടുക്കൽ തുടരട്ടെ. സുജ, ഇവർ പറഞ്ഞ പോലെ തന്നെ എല്ലാ മേഖലയിലും പ്രതിസന്ധി ഉണ്ട്. റേഷൻ മേഖലയിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അതിൻ്റെ ഒരു സൂചനയാണ് ഈ പിച്ചെടുക്കൽ സമരം എന്ന് പറയുന്നത്. പരീക്ഷ എഴുതാൻ കുട്ടികളിൽ നിന്ന് പൈസ വിരിച്ച് ഓൾറെഡി പൈസ അവിടെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ വീണ്ടും പരീക്ഷ നടത്തിപ്പിന് സ്കൂളുകൾ തന്നെ ആ ചെലവ് ഏറ്റെടുക്കണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. അതിലൊരു പ്രതിഷേധവുമായിട്ടാണ് എല്ലാവരും കാശ് കൊടുക്കുന്നുണ്ട്. ആ കാശ് കൊടുത്ത ചേട്ടനോടൊന്ന് ചോദിക്കൂ സിനോജ്, എന്തിനാണ് ഈ പൈസ കൊടുത്തതെന്ന്? ആ തുണി വിൽക്കുന്ന ചേട്ടനും പൈസ കൊടുത്തല്ലോ. ആ ചേട്ടനും വീട്ടിൽ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്നുണ്ടാവും. അതെ സുജ, അതാണ് ഞാൻ പറഞ്ഞത്. ഇവർ സമരം തുടങ്ങിയത് മുതൽ സമീപിക്കുന്ന എല്ലാവരും, കുട്ടികളായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ, എല്ലാവരും പണം കൊടുക്കുന്നുണ്ട്. നമുക്ക് ചേട്ടനെ ചോദിക്കാം, ചേട്ടാ എന്തിനാ പണം കൊടുത്തെന്ന് മനസ്സിലായോ? ഒരു സഹകരണം മനസ്സിലായോ? കുട്ടികൾ പഠിക്കുന്ന മനസ്സിലായി. ആ സംഭവം എന്താണെന്ന് ചേട്ടന് മനസ്സിലായി, അങ്ങനെ പണം കൊടുത്തു എന്ന് പറയുന്നത്. ഏതായാലും വലിയൊരു സ്വീകാര്യത സമരത്തിന് കിട്ടുന്നുണ്ട്. അവർ പാത്രമായിട്ട് ഇറങ്ങുന്നു. 10, 20, 5 ആളുകൾ സഹകരിക്കുന്നുണ്ട്. ഈ പണം വിദ്യാഭ്യാസ മന്ത്രി കാശ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, കയ്യിൽ പേഴ്സില്ല, ഉണ്ടായിരുന്നു കൊടുത്തേനെ. ഓക്കെ, ശരി. അപ്പോൾ കോഴിക്കോട് KSUവിന്റെ പിച്ചയെടുത്തുള്ള പ്രതിഷേധം തുടരുകയാണ്. എല്ലായിടത്തു നിന്നും നല്ല പ്രതികരണം ആ സമരത്തിന് കിട്ടുന്നുണ്ട്. പിച്ചച്ചട്ടിയിലേക്ക് പണം വീഴുന്നുണ്ട്. ആ പണമെല്ലാം വിദ്യാഭ്യാസ മന്ത്രിക്ക് അയച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരിക്കുമെന്നാണ് KSU പറയുന്നത്. കോഴിക്കോട് DDE ഓഫീസിന് മുന്നിലെ പ്രതിഷേധ കാഴ്ചകളാണ് സിനോജ് തോമസ് പങ്കുവച്ചത്.